എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ട്രാൻസ്ഫറോ മറ്റോ ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ മെറിറ്റ് സീറ്റിലേക്ക് ട്രാൻസ്ഫർ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ട്രാൻസ്ഫർ അങ്ങനെ ഉണ്ടായിരിക്കുന്നതല്ല. അതായത് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥിക്ക് എങ്ങോട്ടേക്കും ട്രാൻസ്ഫർ ഉണ്ടാവില്ല. ആ ഒരു കാര്യം നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുന്നതിനായിട്ട് ഇവിടെ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾ ഏത് സ്കൂളിലേക്കാണോ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ട ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഏത് കോഴ്സ് കോമ്പിനേഷനിലേക്കാണ് നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ, അതായത് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് സം എറർ ഒക്കേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു ഇഷ്യൂ കൊണ്ടാണ് ഇതുപോലെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതായത് കാണാനായിട്ട് സാധിക്കും, റാങ്ക് ലിസ്റ്റ് ഹാസ് നോട്ട് ജനറേറ്റഡ് എറ്റ് കോൺടാക്റ്റ് സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് നാളെയോ മറ്റോ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് റാങ്ക് ലിസ്റ്റ് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ സ്കൂളിൽ വിളിച്ചാൽ മതി. ഇനിയിപ്പോൾ ഞാൻ മറ്റൊരു സ്കൂൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതായത് എനിക്ക് ആ ഒരു സ്കൂളിൽ, അതായത് അവിടുത്തെ ആ ഒരു സ്കൂളിൻ്റെ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ ഈ ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് കൊടുക്കുന്നുണ്ട്, സബ്മിറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെയും ആ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നാളെയോടെ മാത്രമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ഒരു സ്കൂൾ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ ആദ്യം അത് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലെ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ആ ഒരു സ്കൂളിൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സ്കൂളിലും റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നാളെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നോക്കിയാൽ മതി. കാരണം ഇന്ന് റാങ്ക് ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്നുള്ള കാര്യം പറഞ്ഞു തരാം. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ വരും. അപ്പോൾ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിലും നിങ്ങളെ സ്കൂളിൽ നിന്ന് വിളിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഇന്ന ഡോക്യുമെൻറ്റ്സൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് അഡ്മിഷനായിട്ട് സ്കൂളിൽ വരണം എന്നൊക്കെ നിങ്ങളോട് സ്കൂളിൽ നിന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടിയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ആണെങ്കിൽ മാത്രം നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടുക. അതല്ലെങ്കിൽ അഡ്മിഷൻ നേടാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ ബയോളജി സയൻസാണ് പഠിക്കാനായിട്ട് താല്പര്യമെന്ന് വിചാരിക്കാം. ഞാൻ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ നിന്നും ആ ഒരു അപേക്ഷ കൊടുത്ത സ്കൂളിൽ നിന്നും എൻ്റെ റാങ്ക് ലിസ്റ്റിൽ മുമ്പിലാണുള്ളത്. അപ്പോൾ മുമ്പിൽ എന്ന് പറയുന്ന സമയത്ത്, അതായത് ഒരു എത്രാങ്കിലും സ്ഥാനത്തിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്നെ സ്കൂളിൽ നിന്ന് വിളിച്ച സമയത്ത് ഞാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഹ്യൂമാനിറ്റീസും കൊടുത്തിട്ടുണ്ടായിരുന്നു, കൊമേഴ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു, കമ്പ്യൂട്ടർ സയൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു, സയൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിലായിരുന്നു ഞാൻ എൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് വിചാരിക്കാം. അപ്പോൾ എന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചു, ബയോളജി സയൻസ് ആണ് എനിക്ക് പഠിക്കാൻ താല്പര്യം. എന്നോട് പറഞ്ഞു ഹ്യൂമാനിറ്റീസിൽ നിനക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, വരണം, ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയും എനിക്കവിടെ അഡ്മിഷൻ, അതായത് ഞാൻ വരുന്നില്ല, എനിക്ക് ബയോളജി സയൻസാണ് താല്പര്യം, ബയോളജി സയൻസിൽ അഡ്മിഷൻ കിട്ടുമോ എന്ന് ചോദിക്കുക. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. അതേസമയം ഹ്യൂമാനിറ്റീസിൽ തന്നെയാണ് അഡ്മിഷൻ കിട്ടുന്നത്, അതിൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പോവേണ്ടതില്ല. കാരണം എൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ബയോളജി സയൻസ് ആണ്, എന്നാൽ ഹ്യൂമാനിറ്റീസിന് സീറ്റാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഒരു ഹ്യൂമാനിറ്റീസിൽ ഞാനിപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ പോയിട്ട് അഡ്മിഷൻ നേടിക്കഴിഞ്ഞാലുള്ള പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത്, എന്നെ പിന്നീട്, അതായത് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ പിന്നീട് എന്നെ തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല, അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ പരിഗണിക്കില്ല, പിന്നീട് സ്പോട്ട് അഡ്മിഷന് പോലും പരിഗണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കോഴ്സ് മാറാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ബയോളജി സയൻസാണ് പഠിക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ബയോളജി സയൻസ് കിട്ടുകയാണെങ്കിൽ മാത്രം ഞാൻ പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് പഠിക്കാൻ താല്പര്യമുള്ളത് ആ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടുമെങ്കിൽ മാത്രം നിങ്ങൾ പോയിട്ട് അഡ്മിഷനായിട്ട് പോവുക. അതല്ലെങ്കിൽ പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക്
കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രത്യേകിച്ച് ട്രാൻസ്ഫർ ഒന്നുമില്ല, അതായത് കമ്മ്യൂണിറ്റി കോട്ടയിൽ നിന്ന് എങ്ങോട്ടേക്കും മാറാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സീറ്റിൽ തന്നെ തുടരേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങളെ അഡ്മിഷനായിട്ട് വിളിക്കുന്നുണ്ട് എങ്കിൽ കൂടി നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിൽ ആണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ പോയിട്ട് അഡ്മിഷൻ നേടാം. അതേസമയം താല്പര്യമില്ലാത്ത കോഴ്സിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ്, അതായത് നിങ്ങളെ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനായിട്ട് വിളിക്കുന്നതെങ്കിൽ അഡ്മിഷനായിട്ട് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കമ്മ്യൂണിറ്റി കോട്ടയിൽ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ് പഠിച്ചാൽ മതി എന്നാണെങ്കിൽ കിട്ടിയിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് ഇന്ന കോഴ്സ് പഠിക്കണം എന്നുള്ളൊരു ലക്ഷ്യമുള്ള ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ ആ ഒരു കോഴ്സിന് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ പോയിട്ട് അഡ്മിഷൻ നേടാം. അതല്ല നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോഴ്സാണ് കിട്ടുന്നതെങ്കിൽ അഡ്മിഷനായിട്ട് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വിദ്യാർത്ഥികളെ ഇനി നാളെ മുതൽ സ്കൂളിൽ നിന്ന് അഡ്മിഷനായിട്ട് വിളിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് അല്ല കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക്, അതായത് ആ ഒരു കോഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. താല്പര്യമില്ലാത്ത കോഴ്സാണ് എങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ ജോയിൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കമ്മ്യൂണിറ്റി കോട്ടയിൽ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല, അതായത് നോ ട്രാൻസ്ഫർ ആണ്. അതായത് കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ പിന്നീട് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റിനും പരിഗണിക്കില്ല, സപ്ലിമെൻ്ററിക്കും അപേക്ഷിക്കാൻ പറ്റത്തില്ല, അതുപോലെ സ്പോർട്ടിലും പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല, ഒന്നിലും പങ്കെടുക്കാൻ പറ്റത്തില്ല. കമ്മ്യൂണിറ്റി കോട്ടയുടെ എവിടെയാണോ അഡ്മിഷൻ നേടിയത് അവിടെ തന്നെ പഠിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ പരിശോധിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.